വയനാട് മക്കിമല വനാതിർത്തിയിൽ കണ്ടെത്തിയ ബോംബ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിർവീര്യമാക്കി. തണ്ടർബോൾട്ട് സംഘവും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും പ്രദേശത്ത് തുടരുകയാണ്. മാവോയിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ എന്ന് സംശയിക്കുന്നതായി പോലീസ് സംഘം വ്യക്തമാക്കി. സംഭവത്തിൽ UAPA ചുമത്തും. മാവോയിസ്റ്റുകൾ നിരന്തരം വന്നുപോകുന്ന മേഖലയിലാണ് കുഴിബോംബ് കണ്ടെത്തിയത്. അകലെ നിന്ന് നിയന്ത്രിച്ച് സ്ഫോടനം നടത്താവുന്ന ബോംബാണിത്. ഇലക്ട്രിക് ഫെൻസിംഗ് നോക്കാൻ പോയ വനം വകുപ്പ് വാച്ചർമാരാണ് അസാധാരണമായ വസ്തുക്കൾ ആദ്യം കണ്ടത്. 30 മീറ്ററിലധികം നീളമുള്ള വയറും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതോടെ പോലീസിൽ വിവരമറിയിച്ചു. വയർ മണ്ണിൻ്റെ അടിയിൽ കൂടെ ഒരു 30 മീറ്ററോളം ഉള്ളോട്ട് വയറിങ്ങനെ പോയിന്. ഒരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വെച്ച പോലെ അതിൻ്റെ എൻഡ് അതിലേക്ക് ഇട്ട് വെച്ചിന്. മണ്ണ് വെറുതെ ഇങ്ങനെ തോണ്ടി നോക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു കവറ് പൊതിഞ്ഞിട്ട് കാണുന്നുണ്ട്. വെടിമരുന്നിൻ്റെയും മറ്റേ ആണിയും അത് കുറേ സാധനങ്ങളുണ്ട്. ഒരു 4-5 പാക്കറ്റ് പോലത്തെ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ വലിച്ചെറിഞ്ഞ പോലെ പൊട്ടിയ രീതിയിലുള്ള ഒരു സംഭവം അവിടെയും കാണുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് പുല്ലരിയാൻ വനത്തിൽ പോയവരും ഇത് കണ്ടിരുന്നു. ഫെൻസിങ്ങിൻ്റെ ഇപ്പുറം ഞങ്ങൾ ഉള്ളിൽ തന്നെ കടന്നിട്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾ ആ കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ തോണ്ടി നോക്കി. ഇതെന്താ സാധനം ഏട്ടൻ മറന്നു വെച്ചതാണോ എന്ന് വെച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അതിൽ ആണി ഇങ്ങനെ ടൈറ്റിൽ വെച്ചിട്ട് പിന്നെ നല്ല പ്ലാസ്റ്റിക് നൂല് കൊണ്ട് കെട്ടി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ വെച്ചിട്ട് വന്നു അതൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എടുത്തില്ല. തോണ്ടിയാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. സ്ഥലത്ത് തണ്ടർബോൾട്ടും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയിൽ ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബ് കണ്ടെത്തിയത് കേരളത്തിൽ ഇതാദ്യം. അതിനാൽ തന്നെ അതീവ ജാഗ്രതയിലാണ് പോലീസ്. പ്രകാശൻ പള്ളത്തിനൊപ്പം തലപ്പുഴയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.